Guys, welcome back to my new video. അപ്പോൾ നമ്മൾ ചെറിയൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്നൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലാമിക്കുട്ടി ക്രാഫ്റ്റ് കുട്ടിക്ക് സോ ഗൈസ്, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ. കുറേ നാളായിട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നൊരു ഐഡിയ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് മഴക്കാലം തുടങ്ങിയപ്പോൾ കിണറ്റിൻ്റെ വോളുമേയും അതുപോലെ മതിലുമേയും ഒക്കെ ഇങ്ങനെ മോസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലത്തെ പായൽ. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ടെറാറിയം പോലെ ഒന്ന് ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ് ഇനി നമ്മൾ പെടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയ എന്താ പറയുക, ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഗ്ലാസ് എന്നും പറയുന്നില്ല, അത്ര വലിപ്പമില്ല, മിനിയേച്ചറായിട്ടുള്ള ടെറാറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ക്ലേ ആണ് അതിനകത്ത് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ മോസ് അതിനകത്തേക്ക് വെച്ച് കൊടുത്താൽ അതവിടെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ക്ലേ വെച്ച് കൊടുക്കണം. അതാണ് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് മൊത്തത്തിൽ ചെയ്യുന്നില്ല, ബേസ് മൊത്തം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച ക്ലേ ആണ്, ഹോം മെയ്ഡ് ക്ലേ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ വാങ്ങിച്ചിട്ട് ഫസ്റ്റത്തെ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് സക്സസ് ആവോ ഇല്ലേ എന്നുള്ളതിനനുസരിച്ചിരിക്കും എൻ്റെ അടുത്ത പരിപാടികളൊക്കെ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നന്നായി വെച്ച് കൊടുത്തു. സൈഡിലൊക്കെ ഇങ്ങനെ കുറേശ്ശെ കറ പോലെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കണം. ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു പഞ്ഞിയൊക്കെ എടുത്തിട്ട് അതങ്ങ് വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനത് സെറ്റാക്കി, ഞാൻ വിചാരിച്ച ഷേപ്പിൽ അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കിണറ്റിൻ്റെ മതിൽമെന്ന് എടുത്ത് കൊണ്ടുവന്ന് വെച്ച മോസാണ് ഞാൻ അതിനകത്ത് വെക്കാൻ പോകുന്നത്. എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു സംഭവം, മോസ്. അതിൻ്റെ കൂടെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കളിച്ചിരുന്നൊരു കീരിയും പാമ്പും കൂടി വരാൻ പോകുന്നുണ്ട് കേട്ടോ. ചിലർക്കത് മനസ്സിലാവും, ഒരു കൊക്ക പോലെ ഇരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ രാജാവിനെ വെച്ചിങ്ങാണ്ട് വെട്ടുന്നൊരു പരിപാടി അതൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും ഇല്ലാത്തൊരു പോർഷനാണ് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ അതിലേക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. എത്ര ഭാഗത്താണോ നമ്മൾ ക്ലേ വെച്ചത് അത്രയും ഭാഗത്തേക്ക് നമ്മൾ മോസ് പതിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വാട്ടർ തട്ടിക്കണമെങ്കിൽ തട്ടിക്കാം. ഞാനിതിങ്ങനെ ചെയ്യുന്ന നേരത്തെ ആമിക്കുട്ടി സൈഡിൽ തന്നെ ഇരുന്നിട്ട് ക്ലേ ഏകദേശം പണിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ അയലേച്ചിട്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ പണി കാര്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ആ ടൂൾസ് വെച്ചിട്ട് ചെയ്തൊന്നും പെർഫെക്റ്റ് ആവാൻ ഞാൻ കയ്യും നന്നായിട്ട് അതിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് പതിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് പറ്റും കേട്ടോ. സിമ്പിളായിട്ടാണ് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹമുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ക്ലേ നമുക്ക് വാങ്ങിച്ചോളണമെന്നില്ല, വീട്ടിൽ തന്നെയുള്ള മണ്ണ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. മണ്ണല്ലെങ്കിൽ പൊടിക്കല്ല്, അല്ലെങ്കിൽ നമ്മൾ ഈ ചെടികൾക്കൊക്കെ വിടാൻ വേണ്ടി കൊണ്ടുവരുന്ന മിക്സ് ഉണ്ടല്ലോ, പ്രോട്ടീൻ മിക്സ്, അതായാലും മതി. അങ്ങനെ ഞാനത് നന്നായിട്ട് അതിലേക്ക് പതിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സാധനം വയ്ക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് ആ പീസ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. ഷോക്കേഴ്സിനകത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതും കൂടി ഉള്ളതുകൊണ്ടാണ് എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നതെന്ന് പറയാം. ആളിതിനകത്ത് ഇറക്കി വെച്ചൊരു റോയൽ ലുക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ വിചാരിച്ച സംഭവം ഏകദേശം നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ മോസ് വെച്ചപ്പോൾ തന്നെ ഇതിന് അത്യാവശ്യം നല്ലൊരു റിച്ച് ലുക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ആംബിയൻസ് അതിനകത്ത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബുദ്ധനെയാണ് കേട്ടോ. ബുദ്ധനെ ഞാൻ വാങ്ങിയത് ഗുരുവായൂരിൽ നിന്നാണ്. അപ്പോൾ അത് അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ കേട്ടോ. ഇത് കുറച്ച് തോനെ ടൈം എടുക്കുന്നുണ്ട്. അതായത് ഞാൻ അതിനകത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. നമ്മൾ ആ ക്ലേ വെച്ച് അത്രയും പോർഷൻ നമ്മൾ ഫില്ല് ചെയ്തെടുത്തു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായി ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സംഭവം. ഒരു കാടിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളൊരു ഫീല് പോലെ തോന്നുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിങ്കല്ലിന് ചെറിയ പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ബുദ്ധനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ടൈറ്റ് ഉണ്ട് ഇറങ്ങാൻ, പക്ഷെ ഒന്ന് ചെരിച്ചിട്ട് അങ്ങോട്ട് കയറ്റുമ്പോൾ ആൾ കൂളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ കുറേ കാലം ഉണ്ടായിരുന്ന ഒരു ഐഡിയ.
ഐഡിയ എന്ന് പറയുന്നത് ബുധനെ ഇറക്കി വെച്ചിട്ടൊരു ഗ്ലാസ് ടെറാറിയം ഉണ്ടാക്കുക എന്നുള്ളത്. അതിലേക്ക് ഞാൻ ചെറിയൊരു കല്ലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ട് അതിനകത്ത് ഡെക്കറേഷൻ ചെയ്യാനുള്ള ഏരിയ നമുക്ക് അതിനകത്തില്ല. സോ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചാൽ ക്ലേ കാണുന്ന ഭാഗത്ത് കുറച്ച് ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. അതാകുമ്പോൾ ആ ക്ലേ കുറച്ച് കുറഞ്ഞ് കാണുമല്ലോ. അതിനു വേണ്ടി ഞാൻ കുറച്ച് ചരട്, അതായത് അവിടെ ഇതിന് എന്താ പറയുക, ചാക്കുനൂല് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒരു അടിപൊളി ലുക്ക് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. ആമിക്കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇത് കണ്ടപ്പോൾ. അവളിങ്ങനെ കയ്യിലേക്ക് താത്താന്ന് പറയുന്നുണ്ട്. സോ ഇതാണ് ഞാൻ വിചാരിച്ച സംഭവം. എനിക്കിഷ്ടമായി. ഇത് നമുക്ക് ഗ്ലാസ്, അതായത് ഷോക്കേസിനകത്തൊക്കെ വയ്ക്കുക. അതുപോലെ തന്നെ കാറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമുക്ക് ഡബിൾ ടേപ്പ് അടിയിൽ ഒട്ടിച്ചിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കണം.